ഹായ്, വെൽക്കം ബാക്ക് ടു കുറുമ്പ സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ അടിപൊളി ഒരു കാട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1000 കോഴിക്ക് ഒരു കാട എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ഗുണമുള്ള കാട ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കാടക്കുട്ടങ്ങന്മാരെല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് മിക്സിക്കകത്തോട്ട് അടിക്കാനായിട്ട് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് പച്ചമുളക് കൂടി ഇടണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാടക്കുട്ടന്മാർ മേക്കപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരെ ഒന്ന് സുന്ദരക്കുട്ടന്മാരാക്കാം നമുക്ക് ഈ മസാലയ്ക്കകത്ത്. അപ്പോൾ മസാലയുടെ കൂട്ടം നമുക്ക് നല്ലപോലെ ഒരു പുളിക്ക് നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാട റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അവരെ ഒന്ന് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മസാലയെല്ലാം കൂടെ നല്ലപോലെ കാടയെല്ലാം നല്ലപോലെ ഒന്ന് വരഞ്ഞ് വെക്കണം. കാരണം ഉള്ളോട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ അതിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. മസാലയെല്ലാം പുരട്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂറോളം നമ്മളൊന്ന് മാറ്റി വെക്കുക, അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം പിടിച്ച് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില 2-3 ഇടുക. അതിലേക്ക് നമ്മുടെ കാടക്കുട്ടന്മാരെ, നമ്മുടെ സുന്ദരന്മാരായ കാടക്കുട്ടന്മാരെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കാട ഫ്രൈ നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ കാട നിർത്തി പൊരിച്ചത് എന്ന് തന്നെ പറയാം. നമുക്ക് കാട അതേപടി ഇനി അതിന് കഷ്ണമാക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു വർഷം മൊരിഞ്ഞ് കഴിഞ്ഞു, പിന്നെ തിരിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മുരിക്കുക. അപ്പം ഇത് കുറച്ച് നല്ലപോലെ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ അടച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കാട ഫ്രൈ റെഡി ആയി വരികയാണ്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.